ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ 100 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിര നിയമനമായിരിക്കും. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോ. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 100 ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ സ്ഥിര നിയമനമാണ്. ഒഴിവുകൾ പറയുകയാണെങ്കിൽ ടോട്ടൽ 100. അതിൽ ജനറൽ കാറ്റഗറിക്ക് 42, OBC 25, SC 16, ST 7, EWS 10. ഓക്കെ, ഇങ്ങനെയാണ് 100 ഒഴിവുകൾ ഉള്ളത്. കൂടാതെ 4 vacancies are reserved for persons with disability, 2 each for HH, hearing impaired, OH. Okay. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ BTech, BE, BArc, BSc, BCA, BVC with minimum 55% മാർക്ക്. അപ്പോൾ BTech, BE, BArc, BSc ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 55% മാർക്കും ഉണ്ടായിരിക്കണം. 55% മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാർക്കിന്റെ സ്ഥാനത്ത് ഗ്രേഡ് ആണെങ്കിൽ അതിനെ മാർക്കിലേക്ക് കൺവേർഷൻ ഫോമിൽ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വയസ്സാണ്. ആസ് ഓൺ 28/2/2022 ഫെബ്രുവരി 28 വെച്ച് നോക്കുമ്പോൾ 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വയസ്സ്, OBCക്ക് 3 വയസ്സ്, 3 വർഷം. അതുപോലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 10 വർഷം. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് പ്ലസ് 3 ഇയേഴ്സ് ഫോർ എക്സ് സർവീസ്മാൻ. എക്സ് സർവീസ്മാനും റിസർവേഷൻ റിലാക്സേഷൻ ഉണ്ട്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ലെവൽ 3 ബേസിക് പേ ₹21,700, 21,700 രൂപയാണ് സ്റ്റാർട്ടിംഗ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ based solely on the job oriented aptitude test. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള കമ്പ്യൂട്ടർ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. The written aptitude test will be a computer based MCQ, multiple choice questions ആണ്. റിട്ടൺ ടെസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. The scheme of examination and syllabus at Annexure 1. The candidates are required to update 2 choices under paper B in the online application. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ചോയ്സ് സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനടി തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 50 ചോദ്യങ്ങൾ, 60 മിനിറ്റ്. 50 ലക്കി പാർട്ടിസിപ്പൻസിന് എക്സൈറ്റിംഗ് പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും എൻറോൾ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് പറയാം. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു 200 ദിവസത്തെ ബാച്ച് കോഴ്സ് ഫെബ്രുവരി 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 9 ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് ഓൾറെഡി ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് കോഴ്സിലും ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ KS എക്സാമിന് പ്രിലിംസും മെയിൻസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫെബ്രുവരി 10 ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉയരെ എന്നാണ് പേര്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. എല്ലാ കോഴ്സും ഒരുമിച്ച് തന്നെ ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. 10th ലെവൽ എക്സാമിന്റെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. SCRT മാത്രമുള്ളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെവ്കോ LD എക്സാം, CEO CPO സെപ്പറേറ്റ് ബാച്ച് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും അതോടൊപ്പം അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കോഴ്സുകളും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഫീസിന്റെ കാര്യം. ജനറൽ കാറ്റഗറിക്ക്, OBCക്ക്, EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ഫീസ്. ഇതില് വനിതകൾക്ക് അതുപോലെ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC, ST, PWD, ട്രാൻസ്ജെൻഡർ ആൻഡ് എക്സ് സർവീസ്മെൻ ഇവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതായിട്ട് ഇല്ല. ഒരു പ്രാവശ്യം ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് നോൺ റീഫണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ വിശദാംശങ്ങൾ. വനിതകൾക്കൊന്നും ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. BSc ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, സ്ഥിര നിയമനമാണ്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര്, അതായത് അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവര് എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി എന്ന് വരെ അപ്ലൈ ചെയ്യാം
7/2/2022 ഈ മാസം 7-ാം തീയതി മുതൽ ഫെബ്രുവരി 28 ഈ മാസം 28-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റഡ് ഇൻഡിവിജ്വൽസ് ആർ റിക്വസ്റ്റഡ് ടു ഗോ ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് https://iisc.ac.in/positions open എന്ന് പറയുന്ന സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, 28/2/2022. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്